അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഴിയും കുക്കറും ഒന്നുമില്ലാതെ തന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 1 കിലോ മന്തി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസും ഉപയോഗിക്കാം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് 1 മണിക്കൂർ വരെ കുതിരാനായി മാറ്റി വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് തന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ചെറിയ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 10-12 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചേർക്കാം. വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു 5-6 ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മീഡിയം സൈസാക്കി തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിനൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 3 ചെറിയ പട്ട, ഒരു 4-5 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, അതുപോലെ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ സ്റ്റോക്കാണ് ആവശ്യമായിട്ടുള്ളത്. അതൊരു 3 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് കിട്ടുക. അതൊന്ന് കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ സ്റ്റോക്കിൽ തന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ വരെ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ അരി നന്നായി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ നമുക്ക് അരിച്ചു മാറ്റിക്കളയാം. ഇനി നമുക്ക് ഈ അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒരു പാനിലെടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം തന്നെ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം നല്ല ലോ ഫ്ലെയിം ആക്കി കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉണങ്ങിയ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. മന്തി റൈസ് ആയതുകൊണ്ട് തന്നെ ഇത് എത്ര വേവിച്ചാലും വെന്തു കുഴയില്ല. ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അധികം വെന്തു കുഴയാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഊറ്റിക്കളയാം.
ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ നെടുകെ കീറിയിട്ടുള്ള ഒരു 5 or 6 പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചൊന്ന് അടച്ച് നേരത്തെയുള്ള അതേ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 30 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുളകൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും ചോറും കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആദ്യം നമുക്ക് റൈസ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും.